എനിക്കൊരു സിനിമാറിനാവണമെന്ന് ആഗ്രഹം. മോനെ, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല, അത് വലിയ വലിയ ആൾക്കാർക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ അമ്മ എപ്പോഴും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അമ്മനോട് ചോദിച്ചു, അമ്മേ നമ്മുടെ മാല എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ചേച്ചിക്ക് കൊടുത്തു. എനിക്ക് വല്ലാത്ത സങ്കടമായി. അമ്മേ, ഞാൻ ജോലിക്കാരനായ അമ്മക്ക് ഞാൻ മാല വാങ്ങിച്ചു തരുമെന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു. പ്രണയിച്ച് തീരാത്ത ഒന്നായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അച്ഛൻ എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് മരിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അന്നേ ആത്മഹത്യ ചെയ്തേനെ. അച്ഛൻ മരിച്ചതിന് ശേഷം ജീവിതം വല്ലാത്ത, കാരണം സഹോദരന്മാർക്ക് ആർക്കും എന്നെ വേണ്ട, ഞാൻ കുറച്ച് റിബൽ ചിന്താഗതിക്കാരനായിരുന്നു. നാരീ നടിച്ചിടം, നാരകം നിന്നിടം, നാരീനാരായണ കല്ലൂ പറിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ പെങ്ങൾ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് ആ നാരകം എന്ത് പഴിച്ച് നിൻ്റെ അച്ഛനോട് പറയാൻ പറ്റി കളയണോ? കടപ്ലാവ് എവിടെ ഉണ്ടായാലും കടം കയറി മുടിയും. കടപ്ലാവ് സ്റ്റോപ്പ് ബ്ലോക്ക്. ഇയാൾ വരുമ്പോൾ അമ്മക്ക് ഭ്രാന്താണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ 2 മരങ്ങളെക്കുറിച്ചും ആ മരങ്ങളുടെ മരണത്തെക്കുറിച്ചും പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ കച്ചവടമെല്ലാം പൂട്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അതായത് കയറ് കച്ചവടം, ചായക്കച്ചവടമല്ലേ പറഞ്ഞത്, ചായക്കച്ചവടം നഷ്ടമായിരുന്നു, കൊടുക്കുന്ന നഷ്ടമായിരുന്നു. ഈ മറ്റേ ബിസിനസ്, ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്ന ബിസിനസ് കയറ് കച്ചവടം, ആ സമയത്ത് നാട്ടിലുള്ള കയറ് വിരിക്കാരെല്ലാം സഹകരണ സംഘങ്ങളായി. അപ്പോൾ പേഴ്സണലായിട്ടുള്ള മുതലാളിമാർക്ക് പിരിക്കാൻ ആളെ കിട്ടാതെ വന്നു. അങ്ങനെ അത് എന്നേക്കുമായിട്ട് നിർത്തേണ്ട ഒരവസ്ഥയുണ്ടായി. അച്ഛൻ്റെ വരുമാനം നിലച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. അച്ഛനൊരു ചാരുകസേലി, അതുപോലത്തെ ഒരു ചാരുകസേല ഞാനും ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ആ ചാരുകസേലയായിരുന്നു അച്ഛൻ ഇരുന്നിരുന്നത്. അങ്ങനെ ആ ചാരുകസേലയിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരനായ കൊച്ചിറ്റാമൻ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ സംസാരങ്ങൾ അവിടുന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ കൊച്ചിറ്റാമനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആ കൊച്ചിറ്റാമൻ സമാധാനിപ്പിക്കും. ആ കൊച്ചിറ്റാമനൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ നന്നായിട്ട് സഹായിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ കൊച്ചിറ്റാമൻ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം പറയണമല്ലോ. പിന്നെ കൊച്ചിറ്റാമൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു നാരകമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെങ്ങൾ മറ്റേ പുള്ളിയായിട്ട് പ്രേമിച്ച് പോയ സമയം കൂടിയാണ്. ഈ നാരകത്തിൽ നിറയെ ചെറുനാരങ്ങ പൂത്തിട്ട് ആ അച്ചാറായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അത്രയും ചെറുനാരങ്ങ ഉണ്ടാവുന്ന ഈ നാരങ്ങ നോക്കിയപ്പോൾ നല്ല ചെറുനാരങ്ങ പൂത്തൊക്കെയാണ്. അങ്ങനെ കൊച്ചിറ്റാമൻ അച്ഛനോട് പറഞ്ഞു, നാരീ നടിച്ചിടം, നാരകം നിന്നിടം, നാരീനാരായണ കല്ലൂ പറിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊച്ചിറ്റാമൻ എന്ന് വെച്ചാൽ കൊച്ചിറ്റാമൻ്റെ വാക്കുകൾ അച്ഛന് വേദവാക്യമാണ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണല്ലോ. എന്താണ്? പെണ്ണ് നടിച്ചെടുത്ത് നാരകം നട്ടെടുത്ത് പെണ്ണ് നടിക്കും, പിന്നെന്താ അതിനങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് മരങ്ങളുണ്ടാവുന്ന ആ മരം പിറ്റേ ദിവസം തന്നെ ക്ലോസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി, അമ്മക്ക് സങ്കടമായി. അപ്പോൾ അമ്മേനോട് പറയുന്നുണ്ട്, നിൻ്റെ പെങ്ങൾ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടിന്ന് പോയി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ അങ്ങനെ പറയുള്ളല്ലോ, ഒളിച്ചോടി പോയെന്ന് വെച്ച് ആ നാരകം എന്ത് പഴിച്ച് നിൻ്റെ അച്ഛനോട് പറയാൻ വെട്ടിക്കളയണോ? എന്നിട്ട് അച്ഛൻ കൊച്ചിരാമൻ്റെ വാക്കിന് എതിരൊന്നുമില്ല, അത് വെട്ടിക്കളഞ്ഞു. പിന്നീട് നാരകം വെട്ടിയിട്ടും അച്ഛൻ്റെ കടങ്ങളൊന്നും, കാരണം വരുമാനമില്ല, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടാം. അപ്പോൾ പുള്ളി ഏകദേശം ഒരു അവസാന കാലങ്ങളോട് അടുക്കുകയാണ്. വീട്ടിൽ ദാരിദ്ര്യം, പട്ടിണിയില്ല എന്ന് മാത്രം, പട്ടിണിയൊന്നും കിടന്നിട്ടില്ല, ദാരിദ്ര്യം മുറുകെ വരുന്നുണ്ട്. ബാക്കി ഷർട്ടുകളുടെ എണ്ണം കുറഞ്ഞു, അത്തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ, അല്ലാണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് വീണ്ടും ശക്തമായി ഒരു ദിവസം കൊച്ചിറ്റാമൻ വന്ന് കയറി. ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ കടപ്ലാവ് മൂത്ത് കിടപ്പുണ്ട്, കടച്ചക്ക ഉണ്ടാവണം പറഞ്ഞു. എൻ്റെ ഗംഗാര, കടച്ചക്ക കടപ്ലാവ് എവിടെ ഉണ്ടായാലും കടം കയറി മുടിയും. കടപ്ലാവ് സ്റ്റോപ്പ് ബ്ലോക്ക്.
അപ്പോൾ ഇതൊരു ചക്ക ഉണ്ടായിരുന്ന പ്ലാവാണ്. അപ്പോൾ ഇയാൾ വരുമ്പോൾ അമ്മക്ക് ഭ്രാന്താണ്, അയാൾ വരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞ് അച്ഛനത് അയാളുടെയൊക്കെ വാക്കുകളൊക്കെ അല്പം ജ്യോതിഷപരമായിട്ടൊക്കെ അറിയാം പുള്ളി, ജ്യോതിഷമൊന്നുമല്ല. അങ്ങനെ അത് കഴിഞ്ഞു കടപ്ലാവിൻ്റെ കച്ചവടം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മെയിൻ സാധനമൊക്കെ കൊച്ചിറ്റാമൻ കളഞ്ഞു. പക്ഷേ ഗംഗാരൻ്റെ കടം ഒട്ടും കുറഞ്ഞില്ലെന്നാലും. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ കണിക്കൊന്ന ഉണ്ടാവേണ്ട ഒരു വീടുണ്ട്, ശങ്കരകുട്ടിച്ചേട്ടൻ്റെ വീട് എന്ന് പറയും. അന്ന് ഓണത്തിന് വിഷുവിന് ഈ കർണികാരം കൂടെ പൂക്കുമ്പോൾ അവിടെ എല്ലാ ആൾക്കാരും എന്നിട്ട് കണിക്കൊന്ന വാങ്ങിക്കും. അപ്പോൾ പൈസ വേണം, 1 രൂപ 2 രൂപ കൊടുത്താൽ കണി കാണാനുള്ള കണിപ്പൂ വീഴും. അപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ ഉള്ള അവസരമാണ് അവർക്ക് അന്ന് ആ വിഷുവിൻ്റെ തലേന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു കണിക്കൊന്നട മരം കൊണ്ട് വെച്ചാണെങ്കിൽ എനിക്കും ഉണ്ടാക്കാൻ കുറേ കാറ്റൊക്കെ വിഷുവിന്. അങ്ങനെ ഞാൻ ആ വീട്ടിലെ ചേച്ചിനോട് ചേച്ചി ഒരു കണിക്കൊന്നട തൈ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി തരാമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. അങ്ങനെ ഞാൻ വർഷക്കാലത്ത് കർക്കിടക മാസത്തിൽ പോലും അതിന് വെള്ളമൊഴിച്ചു പരിപാലിച്ചു. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ്, എടാ ഈ കണിക്കൊന്ന പൂക്കുമ്പോൾ കണിക്കൊന്ന വെച്ച ആൾ ആ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല, ഒന്നിലെ അയാൾ മരിച്ചു പോയി കാണും, അല്ലെങ്കിൽ ഈ വീടും വിട്ട് പോയി കാണും എന്ന് പറഞ്ഞു. അല്പം ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് അല്പം പേടി കൊടുത്തു. പിന്നെ വിഷുവിന് കിട്ടുന്ന കാശ് ഓർത്തപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ ആ കുഴപ്പമില്ല, ഞാൻ യുക്തിവാദിയായിട്ട് കളിച്ചു വന്നിടത്ത്. അങ്ങനെ കഴിഞ്ഞു, കണിക്കൊന്ന വളർന്നു. അതിനിടെ കണിക്കൊന്ന ഞാൻ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കണിക്കൊന്ന വളർന്നു. എൻ്റെ വീട് ചിറ്റാറ്റുകര വീട്ടിൽ നിന്ന് ഞാൻ മാറി താമസിച്ചു, ഇവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ ഒരു വിഷുവിൻ്റെ തലേന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നീ നട്ട കണിക്കൊന്ന പൂത്തു എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണ് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കയറി പറിച്ചുകൊണ്ടിരിക്കുന്നു കണിക്കൊന്ന. എല്ലാവരും ഒരു പറിച്ചുകൊണ്ട് പോയാണ്. കാരണം വീട്ടിൽ ആരുമില്ല, എൻ്റെ ആണെന്ന് അറിയാം, ഞാനൊന്ന് പറയുള്ളൂ പറയാം അവർക്ക്. കണിക്കൊന്നൊക്കെ പറിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു പിടി ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. ആ ഒരു പിടി വാങ്ങിച്ചിട്ട് പോയി. ഞാൻ പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ്, ആ കണിക്കൊന്ന ഈ 110 kV സബ് ലൈൻകാരി വന്നിട്ട് അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞത് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം. പക്ഷെ ഒരു കാര്യം സത്യമായിരുന്നു ചേച്ചി പറഞ്ഞത്, ഞാൻ കണിക്കൊന്ന പൂക്കുന്ന സമയത്ത് ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് അവിടം വിട്ട് പോരേണ്ടി വന്നു എന്നുള്ളത് സത്യമായിരുന്നു. അപ്പോൾ കൊച്ചുരാമന ഒരു കുറ്റം പറയാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് വെച്ച് നോക്കുമ്പോൾ കുറ്റം പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അച്ഛൻ വീണ്ടും കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ചാർമിനാർ വലിക്കുന്നത്. ചാർമിനാർ വെച്ചാൽ 3, 4, 5 പാക്കറ്റ് വേണം. വെളുപ്പിന് ഒരു പാക്കറ്റ് ചാർമിനാറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ചായക്കടയിൽ എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ലാവിഷായിട്ടുള്ള മനുഷ്യനായിരുന്നു. ചാർമിനാറിൻ്റെ ഒരു ഗന്ധമായിരുന്നു അച്ഛന്. എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുമല്ല, ഒരു മാന്യനായ ഒരുത്തനെ കണ്ടാൽ സാറേന്ന് വിളിക്കുകയുള്ളൂ, അല്ലാണ്ട് എടാ പോടാന്നൊന്നും ഒരാളെയും വിളിക്കില്ല. വളരെ ബഹുമാനിച്ചൊക്കെ ഓരോരുത്തർ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഈ ചാർമിനാർ വലിച്ചിരുന്ന അച്ഛൻ തെറുപ്പ് ബീഡിയിലേക്ക് മാറി. അങ്ങനെ എന്നോട് പലരും ചോദിക്കും സിനിമാറിനാകുമ്പോൾ എന്താണ് ഈ തെറുപ്പ് ബീഡി വലിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ചാർമിനാർ ഒരു പാക്കറ്റ് കണക്കിന് വലിക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ്റെ കഷ്ടപ്പാട് സമയത്ത് അച്ഛൻ ഈ തെറുപ്പ് ബീഡി വല്ലപ്പോഴെങ്കിലും വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്ല കഷ്ടം വന്നെങ്കിൽ വരുന്നതിന് മുമ്പ് ഇത് ശീലിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അച്ഛനായിരുന്നു ആ കാര്യത്തിൽ എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഓർമ്മയിൽ അമ്മ തങ്ങി നിൽക്കുന്നത് ചിറ്റാറ്റൂര LPSൻ്റെ സൈഡിൽ പശുവിനുള്ള പുല്ല് പറിക്കുന്ന അമ്മയാണ് ഇന്നും എൻ്റെ ഓർമ്മയിലുള്ള ആദ്യ രൂപം. അന്ന് ഒരു പച്ച ബ്ലൗസും ഒരു വെള്ളമുണ്ടും ആയിരുന്നു അമ്മയുടെ വേഷം. അമ്മയുടെ കഴുത്തിൽ
2 സ്വർണ്ണമാലകളുണ്ടായിരുന്നു. ഒന്നൊരു കാച്ചുമാല, പിന്നെ ഒന്ന് ഒരു അവലുമാല. നല്ല സുന്ദരിയായിരുന്നു അമ്മ ആ രൂപത്തിൽ. അപ്പോൾ ഈ പശു എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 4-5 പശുക്കളുണ്ടായിരുന്നു. അമ്മ പലപ്പോഴും പറയാറുണ്ട്, ആ വീടൊരു വലിയ വീടായി മാറിയത് ഇങ്ങനെ പശുവിനെ കൊടുത്തും വാങ്ങിച്ചും വിറ്റും പാല് കൊടുത്തും അത് സമ്പാദിച്ചൊക്കെ കുറേ പൈസയാക്കി, പിന്നെ അച്ഛനോട് കുറേ പൈസകളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ആണ് ഒരു ഘട്ടം ഘട്ടമാക്കി പണിത വീടായിരുന്നു ഞങ്ങളുടേത്, ഞാൻ ജനിക്കുന്നതിനെല്ലാം മുമ്പ്. അപ്പോൾ ഞാൻ 2 മാല എന്ന് പറഞ്ഞത് അത് സമ്പന്നത വിളിച്ചു പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അത് എൻ്റെ വിചാരം അമ്മ ഇട്ടുണ്ട് കൊടുക്കുന്നത്, ഇത് അമ്മ പെമ്മക്കൾക്ക് കൊടുക്കാനുള്ള സ്വരൂപിച്ച സംഭവമാണ് ഈ മാല. ഈ 2 മാലയും അമ്മയുടെ കഴുത്തിൽ നിന്ന് സ്റ്റോപ്പ് ബ്ലോക്കിൽ നിന്നും ഒരു ദിവസം അപ്രത്യക്ഷമായി. അത് എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണത്തിനാണ്. അപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു, നമ്മുടെ മാല എന്തെന്ന് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ചേച്ചിക്ക് കൊടുത്തു. എനിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ എല്ലാവരും അത്ര നാൾ മാലിട്ട് കിടന്ന അമ്മ ഒഴിഞ്ഞ കഴുത്തായിട്ട് നടക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ സമയത്തൊക്കെ ഇത് പറയും, അമ്മക്ക് ഞാൻ മാല വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ ഞാനും പറയും, അമ്മേ ഞാൻ ജോലിക്കാരനായ അമ്മക്ക് ഞാൻ മാല വാങ്ങിച്ചു തരുമെന്ന്. ഓ ദൈവമേ. അപ്പോൾ അമ്മ പറയും, എനിക്കത് മതി, എൻ്റെ മക്കളാരും വാങ്ങിച്ചു തന്നില്ലെങ്കിലും ഇപ്പോൾ പറയണമെങ്കിലുണ്ടല്ലോ ഇതുണ്ടായാൽ മതി എന്ന് പറയും. എൻ്റെ ചേട്ടന്മാർ പണിക്കാരായി, ജോലിക്കാരായി. അമ്മയുടെ കഴുത്തിൽ മാല കണ്ടില്ല. എൻ്റെ ഒരു വാശിയായിരുന്നു, ഞാൻ എന്ന് ജോലിക്കാരനാവണം, അമ്മക്ക് ഒരു മാല വാങ്ങണം. പക്ഷേ ഞാനൊരു പണിക്കാരൻ, എനിക്ക് കൃത്യമായിട്ടുള്ള വരുമാനമുള്ള ജോലിയൊന്നും ഇല്ലല്ലോ. ഈ മിമിക്രിക്കാരൻ എങ്ങനെയാണ് നമുക്ക് മാല വാങ്ങിച്ചു കൊടുക്കുക? അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, അവർക്ക് ഒരുപാട് സ്വർണ്ണമുണ്ട്, നീ അമ്മക്കൊരു മാല ഇട്ട് കൊടുക്കണം. അന്ന് സിനിമയിലെ വെച്ച് വലിയ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ട്, സാര പൈസയൊക്കെയാണ് സിനിമയിൽ വയ്ക്കുന്നത്. വിവാഹത്തോട് അനുബന്ധിച്ചാണ് സിനിമയിൽ വരുന്നത് തന്നെ. അത് വലിയ ശമ്പളമൊന്നുമില്ല. അങ്ങനെ സുനിത വീട്ടിൽ നിന്ന് വന്ന ഉടനെ അമ്മക്കൊരു മുത്തുമാല അവളുടെ പേരിൽ തന്നെ ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ നിൻ്റെ പേരിൽ തന്നെ ഇട്ട് കൊടുത്തു, എൻ്റെ പേരൊന്നും പറയണ്ട. അങ്ങനെ ആ മാല വീണ്ടും വരാനായിട്ട് ഏകദേശം ഒരു 10-20 കൊല്ലത്തോളം വിളിച്ചെങ്കിലും അമ്മ വളരെ സന്തോഷവതിയായി. കാരണം ഒരു സ്വർണ്ണമാല വന്നു. അമ്മയുടെ മരണശേഷം ആ മാല ഇന്നും ഞാൻ എൻ്റെ കഴുത്തിട്ടിട്ടുണ്ട്, അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ അച്ഛൻ എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പീരീഡിൽ പഠിക്കുമ്പോൾ. ഒരുപക്ഷെ ആ സമയത്ത് മരിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അന്നേ ആത്മഹത്യ ചെയ്തേനെ. അച്ഛൻ മരിച്ചതിന് ശേഷം ജീവിതം വല്ലാത്ത, കാരണം സഹോദരന്മാർക്ക് ആർക്കും എന്നെ വേണ്ട, ഞാൻ കുറച്ച് റിബൽ ചിന്താഗതിക്കാരനായിരുന്നു. അത് കുഴപ്പമായിരുന്നു, എല്ലാവരെയും എതിർക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്ത് കാര്യത്തിനും യുക്തി കണ്ടെത്തുക, അതൊക്കെ ചോദിക്കുക, നിയമം നീതിയൊക്കെ, ഇതൊന്നും ഒരു പണിയില്ലാത്തവന് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിയില്ലാതെ പോയി. അങ്ങനെ പലരുടെയും വെറുപ്പല്ല, ഒരു ശത്രുത എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നതിൽ അഭിമാനിക്കുന്നു. കാരണം അവരുടെ ഒന്നും ഇച്ഛക്കനുസരിച്ച് തെറ്റിനെ ന്യായീകരിക്കാനൊന്നും ഞാൻ നിന്നിട്ട് ഇല്ല എന്നതിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ അവരൊന്നും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, അവരുടെ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എനിക്കെതിരായി, എന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ യാതൊരു മാർഗവുമില്ല, ഒരു പണിയില്ല. അമ്മ വെറുതെ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു. അവിടെ പശുക്കളൊക്കെ വളർത്താനുള്ളൊരു ആരോഗ്യപരമായി എങ്കിലും ഒരു പശുവായിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ, അതിന് വലിയ കാര്യമില്ല. അമ്മ അശക്തയായി കഴിഞ്ഞിരുന്നു. ഞാനൊരു
8ാം ക്ലാസ് കൂടി ഞാൻ കുറച്ച് കുഴപ്പത്തിലേക്ക് വന്നത്. അപ്പോൾ എന്നെ ട്യൂഷൻ പഠിപ്പിക്കണം, ഇതിനുള്ള പൈസ വേണം. അങ്ങനെ അമ്മ ചകിരി പിരിക്കാൻ ആരംഭിക്കുകയാണ്. ചകിരിക്കാന്ന് വെച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ പിരിക്കുന്ന ഈ എന്താ പറയുക, അതിൻ്റെ പേര് പറയും, കയ്യിൽ ഇങ്ങനെ കുരുക്കുരു പോലെ ഒന്ന് പൊട്ടും അമ്മയുടെ ഉള്ള കൈ. ഇത് വെച്ച് പിരിക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചുടലവാദം അങ്ങനെ അമ്മ എന്തൊരു പേര് പറയുക, അതാണെന്ന് പറയും, വേറെ എന്തോ ഇതാണ്. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഞാൻ എൻ്റെ ചേട്ടനൊക്കെ ഇരുന്നിട്ട് പച്ചൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പിരിക്കാനുള്ള താരി. എൻ്റെ പെങ്ങാമാരുണ്ടെങ്കിൽ അവരെ കൂടി ഇട്ട് കൊടുക്കും. അമ്മ അത് വെച്ച് പിരിച്ച് ഇട്ടായിരുന്നു എന്നെ ട്യൂഷൻ പഠിപ്പിച്ചത്. പിരിച്ച് അത് ചന്തയെ കൊണ്ട് വിറ്റ് എന്നിട്ടായിരുന്നു എനിക്ക് ട്യൂഷന് വേണ്ട എൻ്റെ പഠന ചെലവുകൾ നോക്കാനുള്ള പണം ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ ജോലിക്കാരെ, ചേട്ടന്മാർ 1-2 പേര് ജോലിക്കാരെ കഴിഞ്ഞിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല, അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവർ എന്നെ ശ്രദ്ധിക്കാതെ വന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കേണ്ടി വന്നു. പ്രീ ഡിഗ്രി ചേർക്കേണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള മരണാനന്തര സഹായ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ അത് എനിക്കായിരുന്നു. അങ്ങനെ 501 രൂപ അവിടെ നിന്ന് കിട്ടി. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ചേർക്കേണ്ട പൈസ അവർ തന്നു. ഷർട്ട് എടുക്കേണ്ടതും മുണ്ട് വാങ്ങിക്കേണ്ടതും കോളേജ് ചേർക്കാനുള്ള പൈസ അവർ തന്നു. അങ്ങനെ പ്രീ ഡിഗ്രി. പക്ഷേ അവിടെ എത്തിയ ഞാൻ ഉഴപ്പാൻ തുടങ്ങി. ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത ഉഴപ്പെന്ന് വെച്ചാൽ തല്ലിപ്പിള്ളായിട്ട് നടക്കുകയല്ല, മിമിക്രി, മോണാക്ട്, നാടകം ഇതൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, മോനെ ഇതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ നീ പഠിക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സിനിമാകാരനാവണമെന്ന് ആഗ്രഹം. മോനെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല, അത് വലിയ വലിയ ആൾക്കാർക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ അമ്മ എപ്പോഴും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം ഞാൻ ഈ രൂപം വെച്ചിട്ട് അമ്മ സിനിമാന്മാരെ കാണുന്നതല്ലേ, നീ എന്തെങ്കിലും ജോലിക്ക് പോകുന്നീ നിൻ്റെ സ്വഭാവമേ കൊള്ളില്ല, കാരണം നീ എല്ലാത്തിനും എതിരെ പറയുള്ളൂ. അത് നല്ലതാണ്, പക്ഷേ അത് പോരാ മോനെ ജീവിക്കാൻ കുറച്ച് തൻ്റെ ഇടവും അതിൻ്റെ ഒരു നയമൊക്കെ വേണം, അങ്ങനെയുള്ളതൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ അതിലൊന്നും അടങ്ങാൻ പോയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. പ്രീ ഡിഗ്രിക്ക് ഞാൻ അങ്ങനെ തോറ്റിട്ടും അമ്മ പറഞ്ഞു, നീ പഠിക്കണം, കാരണം പഠിക്കാണ്ട് രക്ഷപ്പെടില്ല, ഞാൻ ചെയ്തോളാം. അങ്ങനെ ഈ പാതിരാത്രി ചവരി വിരിച്ച് ആ ചന്തയെ കൊണ്ട് വിറ്റ് ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കഷ്ടപ്പാടുകൾ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് വേണ്ടതാണ്. ഓരോ പൈസയും എന്താണ് ഈ എറുമ്പുകൾ ഈ നെന്മണി ശേഖരിക്കുന്ന പോലെയൊക്കെ ശേഖരിച്ച് വെച്ചാണ് അമ്മ ആ ട്യൂഷൻ ഫീസ് കൊടുക്കുന്ന സമയത്തൊക്കെ മുഷിഞ്ഞ് നാറിയ ഒരുപാട് 2ൻ്റെ നോട്ടുകളൊക്കെ എടുത്തു തന്നിട്ടാണ് ഞാൻ ഫീസ് കൊടുത്തിരുന്നത്. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി. ഏകദേശം ഒരു 99 അമ്മ ഒരു ദിവസം പെട്ടെന്നൊരു വയ്യായി വന്നു. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ഒരു ശ്വാസം വിട്ട് പോലെയൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷ് ഇതിനോടൊക്കെ വലിയ പുച്ഛമുള്ള ആളായിരുന്നു. അപ്പം പറഞ്ഞിട്ട് ആയുർവേദം, ഞാൻ പറഞ്ഞു ആയുർവേദം കാണിക്കാം, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ പെങ്ങളെ വിളിച്ചു, പെങ്ങളെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വിളിച്ചാൽ മതി, ഇനി എറണാകുളത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഞാൻ വരാം, പൈസ ആയിട്ട് വരാം. ഞാൻ കുറച്ച് പൈസയും വാങ്ങിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ നിന്നൊരു ഫോൺ വന്നു വീട്ടിലേക്ക്. എൻ്റെ പെങ്ങളുടെ മകൻ്റെ ഫോണായിരുന്നു. അമ്മക്ക് അസുഖം കൂടുതലാണ്. ഞാൻ വേഗം ഈ പൈസ എടുത്ത് പറവൂർ ശാന്തി ഹോസ്പിറ്റലിലേക്ക് നിന്നു. അവിടെ നിശ്ചലമായിട്ടുള്ള എൻ്റെ അമ്മയാണ് അവിടെ കാണാൻ സാധിച്ചത്. അതൊരു ഇടിമുഴക്കമായിരുന്നു. കാരണം എൻ്റെ ഒരു നന്മ, ഞാൻ സിനിമയിലേക്ക് എത്തി പോകുന്നത് കണ്ടിട്ടാണ് അമ്മ പോയെങ്കിലും ഇത്രയും കാലം കൂടെ ഉണ്ടായ അമ്മ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അമ്മ എന്ന ആ തണലും എന്നെ ഒരു 99 ജനുവരി 6-ാം തീയതി വിട്ടുപിരിഞ്ഞു. എന്നിട്ടും എനിക്ക് പ്രണയിച്ച് തീരാത്ത
ഒന്നായിരുന്നു എൻ്റെ അമ്മ. നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം, അമ്മക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് അമ്മക്കൊരു സ്മാരകം കെട്ടണമെന്ന് അതിയായ ആഗ്രഹം. എന്താണ് ഒരു കലാകാരന് കിട്ടാൻ പറ്റിയ സ്മാരകം? ഞാനൊരു സ്റ്റേജ്, നല്ലൊരു സ്റ്റേജ്, എറണാകുളം ജില്ലയിലുള്ള ഏറ്റവും നല്ല സ്റ്റേജുകളിലൊന്നാണത്. ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു സ്റ്റേജ് കെട്ടി, കൂപ്പറമ്പിൽ കൗസല്യ ഗംഗാധരൻ മെമ്മോറിയൽ സ്റ്റേജ് എന്നിട്ട് ഒരു ഉത്സവത്തിന് ശ്രീനിവാസൻ ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും കൂടി അത് നാട്ടുകാർക്ക് തുറന്നു കൊടുത്തു. ഇന്നും എൻ്റെ അമ്മയുടെ ആ സ്മാരകം അവിടെ തലയുയർത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമില്ല, അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു മകൻ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് കുറച്ച് പേരെങ്കിലും ഓർക്കാൻ, ഇങ്ങനൊരു സ്ത്രീ, ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തിരുന്നു എന്നോർക്കാൻ ഒരു സ്മാരകം. ഞാൻ അമ്മയെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞാലത് ഒരു കണ്ണീർ കഥയായിട്ടൊക്കെ മാറും. നിങ്ങളൊരിക്കലും ഒരു കണ്ണീരണിയിക്കാൻ ദുഃഖാർത്ഥമായ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരു കണ്ണീർ കഥയായി മാറും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്.